നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മസാല ചിക്കൻ ഫ്രൈ ആണ്. ഇതിനായി ഒരു പാനിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളകും ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. മസാല ഒന്ന് ചൂടായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, 5-6 ഇതൾ വെളുത്തുള്ളി, 4-5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, ഒരു പിടി കറിവേപ്പിലയും, ഒരു തക്കാളി അരിഞ്ഞതും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റുക. തക്കാളിയുടെ വെള്ളമയം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉള്ളിയിലും തക്കാളിയിലും മസാല നന്നായി പിരണ്ട് ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ ഈ കൂട്ട് മിക്സിയിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത കൂട്ടിലേക്ക് ഒരു മുട്ടയും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനിലേക്ക് ഈ മസാലക്കൂട്ട് പുരട്ടി 1/2 മണിക്കൂർ വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ച് പുരട്ടി വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് വറുത്തെടുക്കുക.
ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും, നല്ല സോഫ്റ്റുമാണ്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിടുക. നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തതിലേക്ക് മസാലക്കൂട്ടും ചേർത്ത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിൽ കിടക്കുന്ന കൂട്ട് ഇതുപോലെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം.